പുതിയ ഡാം അസാധ്യമായ ഒരു കാര്യമാണ്. അതിന് പല കാരണങ്ങളും, നിയമപരമായ കാരണങ്ങളുണ്ട്. പുതിയ ഡാം എന്ന് പറഞ്ഞാൽ പഴയ ഡാം പുതുക്കുകയാണ്. ആ പുതിയ ഡാമിന് പുറത്ത് നമ്മളൊരു ഡാം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഡാം ഉണ്ടാക്കിയാൽ അത് കേരളത്തിന്റെ ഭൂമിയിലാണ്, പാട്ടത്തിന് കൊടുത്ത ഭൂമിയിലല്ല. പാട്ടത്തിന് കൊടുത്ത ഭൂമിക്ക് പുറത്ത് ഡാം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ കരാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യമേ അല്ല. കാരണം ഇരിക്കുന്നിടത്ത് നിങ്ങൾക്ക് വേറൊരു ഡാം ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് പുറത്ത് അതും കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഡാമേ ഉണ്ടാക്കാൻ കഴിയും. അത് പ്രായോഗികം. അങ്ങനെ ഡാം ഉണ്ടാക്കണമെങ്കിൽ പുതിയ കരാർ ഉണ്ടായിരിക്കണം. അതിന് തമിഴ്നാട് തയ്യാറാകുമോ എന്നത് ഒരു ചോദ്യം. അത് വേറൊരു പ്രശ്നമാണ്. മാത്രമല്ല, അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയാൽ ഇപ്പോ കഴിഞ്ഞ 120, 130 വർഷം അല്ലെ പിന്നിട്ടുള്ളൂ. ബാക്കി 800, 850, 860 വർഷത്തെ ഇതുകൂടി കണക്കിലെടുത്ത് 860 വർഷത്തേക്ക് ഒരു ഡാം ഉണ്ടാക്കി വിടുങ്ങാൻ കേരളത്തിന് പറ്റും. അങ്ങനെ ഒരു ഡാം ആധുനിക കാലത്ത് നമുക്ക് നിർമ്മിക്കാൻ കഴിയും? അത് കഴിയില്ല. അതുകൊണ്ട് തന്നെ തമിഴ്നാട് സമ്മതിക്കില്ല. ഇതിന്റെ വർഷം നമ്മൾ കുറയ്ക്കേണ്ടി വരും. 50, 60, 100 വർഷമാക്കി കുറയ്ക്കേണ്ടി വരും. അങ്ങനെ കുറച്ചാൽ തമിഴ്നാടിന് 700, 800 വർഷം കുറയും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജലസാക്ഷരതയിൽ നമ്മേക്കാൾ വളരെ മുന്നിലുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളം കുടിക്കാനും കളിക്കാനും ഒക്കെ ഉള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിന്റെ ആവശ്യം കൃഷിയാണ്, മണ്ണുമായി ബന്ധപ്പെട്ടതാണ്. കൃഷി അവരുടെ ജീവിത മാർഗമാണ്. മലയാളിക്ക് കൃഷി ഏതാണ്ട് മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളവും മണ്ണും ഒന്നും നമുക്ക് വലിയ പ്രശ്നമല്ല. പക്ഷേ തമിഴ്നാട്ടുകാർക്ക് അതല്ല. അവരാണ് നമുക്കുള്ള പച്ചക്കറിയും അരിയും ഒക്കെ തരുന്നത് നമുക്കറിയാം. അവരുടെ കൃഷിയാണ് നമ്മുടെ വിശപ്പടക്കാൻ ഒരു പരിധിവരെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃഷി പ്രധാന വരുമാന മാർഗമായ ഒരു ജനത, അവരുടെ ഇച്ഛ ഒരിക്കലും അവരുടെ കൃഷിക്ക് നാശം വരുന്ന രൂപത്തിൽ വെള്ളം കിട്ടാതാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിന്റെ കരാറിൽ ഒരു വർഷം പോലും കുറയ്ക്കാൻ തമിഴ്നാട് തയ്യാറാകില്ല. സ്വാഭാവികവുമാണ്, ഒരു കരാറാണ്. നമ്മൾ 1970കളിൽ പുതുക്കി കൊടുത്ത കരാറാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനി ചർച്ച ആവശ്യമില്ല. അതുകൊണ്ട് നടക്കില്ല. രണ്ടാമത്തെ വിഷയം സാങ്കേതികമാണ്. ഈ ഡാം കെട്ടേണ്ടത് നമുക്ക് വളരെ താഴേക്കാണ്. അങ്ങനെ കെട്ടുമ്പോൾ മുല്ലപ്പെരിയാർ വളരെ ഉയരത്തിലാണ്. ആ മലയുടെ താഴെയാണ് ഡാം കെട്ടേണ്ടത്. ആ ഡാമിന് എത്ര ഉയരമുണ്ടാകണം എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോഴുള്ള ഉയരമെങ്കിലും ടോട്ടൽ ഉയരത്തിൽ അത് നിർത്തണം. അങ്ങനെ വന്നാൽ 300, 400 അതിൽ കൂടുതലോ അടി ഉയരം കൂടുതൽ ഈ ഡാമിനുണ്ടാവും. ഇപ്പൊ 155 അടിയുള്ള ഡാം നമുക്കൊരു 500, 600 അടി, അറിയില്ല കൃത്യമായി, വന്നാൽ ഉയരമുള്ള ഒരു ഡാം കെട്ടേണ്ടി വരും. അതിന് അനുസരിച്ചുള്ള അതിനുള്ള വീതി വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ഏക്കർ കേരളത്തിന്റെ വനഭൂമി അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്നുള്ള ഒരു പ്രശ്നം. അതിനേക്കാൾ പ്രശ്നം ഈ കരാർ പുതിയ കരാറല്ല എങ്കിൽ നമുക്ക് ഓരോ 100 വർഷം കഴിയുമ്പോഴും പുതിയ ഡാം കെട്ടേണ്ടി വരും. ഇത് സാങ്കേതികമായൊരു പ്രശ്നം. മൂന്നാമത്തേത് പാരിസ്ഥിതിക പ്രശ്നമാണ്. പെരിയാർ ടൈഗർ റിസർവിലാണ് നിങ്ങൾ ഡാം കെട്ടാൻ പോകുന്നത്. പെരിയാർ ടൈഗർ റിസർവ് ഇത്രയധികം മുക്കിക്കളഞ്ഞുകൊണ്ട് ഒരു പുതിയ ഡാം ഉണ്ടാക്കുക എന്നത് ഇന്നത്തെ ഒരു പാരിസ്ഥിതിക നിയമം അനുസരിച്ചും നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന സ്ഥാപനത്തിന് അനുമതി വേണം. വനഭൂമിയിൽ 1 ഇഞ്ച് വനഭൂമി വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് അനുമതി വേണം. അത് കിട്ടാൻ വളരെ വലിയ സാധ്യതയൊന്നുമില്ല. നാലാമത്തെ വിഷയം ഇതിന്റെ സാമ്പത്തികമാണ്, പിന്നെ രാഷ്ട്രീയവും. കേരളം എന്തിനാണ് ഒരു ഡാം ഉണ്ടാക്കുന്നത്? ഇത്ര പണം ചെലവാക്കി കേരളം എന്തിനാണ് നമ്മുടെ വനം നശിപ്പിച്ച ഒരു ഡാം ഉണ്ടാക്കുന്നത്? ഡാമിന്റെ ആവശ്യം ആർക്കാണ്? തമിഴ്നാട് ഉണ്ടാക്കിയ ഡാം അത് പൊളിയോ പൊളിയാതിരിക്കുകയോ ചെയ്തിട്ട് തമിഴ്നാടിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി പണം മുടക്കേണ്ട ആവശ്യമൊന്നും കേരളത്തിനില്ല. അവിടെയാണ് കളിച്ചത്. കേരളത്തിലെ 44 ലക്ഷം ആളുകളുടെ ജീവൻ ഇപ്പൊ നശിക്കും, അതുകൊണ്ട് പുതിയ ഡാം കെട്ടണം എന്ന രൂപത്തിൽ ഈ വിഷയം രാഷ്ട്രീയ കക്ഷികൾ ഏറ്റെടുക്കുകയാണ്. 2011 വരെ നമ്മൾ ഉറങ്ങി. ആ സമയത്തൊക്കെ സുപ്രീം കോടതിയിൽ പല കേസുകൾ നടക്കുന്നുണ്ട്. 2011 പെട്ടെന്ന് അന്നത്തെ ജലസേചന മന്ത്രി PJ ജോസഫിന് രാത്രിയിൽ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുന്നതും അദ്ദേഹത്തിന്റെ ആകെ തകരുന്നതും മുല്ലപ്പെരിയാർ ഇപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബഹളം ഉണ്ടാക്കുന്നതും അതിന്റെ പേരിൽ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ആകെ ഇളകി മറിയുകയും കേരളം ആകെ ഇളകി മറിയുകയും ഉടനെ പുതിയ ഡാമിന് അനുമതി വേണം എന്നാവശ്യപ്പെടുകയും തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഏതാണ്ട് യുദ്ധസമാനമായ ഒരു അവസ്ഥയിൽ എത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ എത്തുമ്പോൾ തീർച്ചയായും അത് എല്ലാവരും ഏറ്റെടുത്തു. കാരണം കേരളത്തിൽ അങ്ങനെയാണ്, മാധ്യമങ്ങൾ ഒരു കാര്യം പൊക്കിക്കൊണ്ടുവന്നാൽ എല്ലാവരും അതിന്റെ പിന്നാലെ പോകും. രാഷ്ട്രീയ കക്ഷികൾ, ഭരണ പ്രതിപക്ഷങ്ങൾ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ഒക്കെ സത്യാഗ്രഹമായിരുന്നു ആ പന്തലിൽ. ഞാൻ ഉദ്ഘാടനം ചെയ്തൊരു പന്തൽ അല്പം വലുതാക്കിയ സ്ഥലത്ത് തന്നെയാണ് ആ പന്തൽ. അന്ന് ആ പന്തൽ നടത്തുന്നവരോട് ഞാൻ നിർദ്ദേശിച്ച ഒരു കാര്യമുണ്ട്, ഞാനിപ്പോൾ ആ പന്തലിലേക്ക് വരുന്നില്ല. കാരണം ഈ ബഹളം ഇപ്പൊ തീരും. മുല്ലപ്പെരിയാർ ഇന്ന് രാവിലെ ഉണ്ടായൊരു വിഷയമല്ലല്ലോ. ഇതിന് ശാസ്ത്രീയമായ പരിഹാരം ഇവരുടെ ആരുടെയും കയ്യിലില്ല. അതുകൊണ്ട് ഇത് എവിടെയും സമരം എത്താൻ പോകുന്നില്ല. നമ്മൾ ഓർക്കേണ്ടത്, ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവും VS അച്യുതാനന്ദനും ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും
രണ്ടറ്റത്ത് നിന്നുകൊണ്ട് മുല്ലപ്പെരിയാർ മുതൽ കൊച്ചി വരെ ഒരു മനുഷ്യ ചെങ്ങലയുണ്ടാക്കി. എന്തിനാ? മുല്ലപ്പെരിയാർ പൊട്ടിയാൽ കൊച്ചി അടക്കം തകർന്നു. അദ്ദേഹമാണ് ഇപ്പൊ മുഖ്യമന്ത്രി ആയിരുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല, ഞാൻ സ്വാഭാവികമാണ്. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയല്ല. പ്രതിപക്ഷത്തിൽ നിന്ന് പറയുന്ന പോലെയല്ലല്ലോ ഭരണപക്ഷത്ത് വരുമ്പോൾ. മുല്ലപ്പെരിയാർ ഇപ്പൊ പൊട്ടുമോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് പൊട്ടും എന്നും പൊട്ടില്ല എന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. പൊട്ടും എന്ന് അദ്ദേഹം എങ്ങനെ പറയും? അപ്പോൾ സുപ്രീം കോടതി പൊട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അന്നത്തെ വലിയ ബഹളമൊക്കെ കഴിഞ്ഞു, എല്ലാവരും കളം വിട്ടുപോയി. അത് കഴിഞ്ഞ് 13 വർഷം കഴിയുന്നു. ഇപ്പോൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ആശങ്ക ഈ ഉരുൾപൊട്ടലുകളും വലിയ മഴയും ഒക്കെ വന്നപ്പോൾ കൂടിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, കേരളം ഇക്കാര്യത്തിൽ ഒരു കാലത്തും ഗൗരവതരമായ ഒരു നീക്കം നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ്.